നമസ്തേ. വിഴിഞ്ഞം തുറമുഖത്തെത്തിയ സാൻ ഫെർണാണ്ടോ മദർഷിപ്പിന്റെ ട്രയൽ റൺ സംസ്ഥാനത്തിന്റെ വികസന കാഴ്ചകളിലേക്ക് വിരൽ ചൂണ്ടുമ്പോൾ തുറമുഖത്തിനെതിരായ പ്രചാരണങ്ങൾക്ക് കുറവൊന്നുമില്ല. മദർഷിപ്പ് തുറമുഖത്തെത്തിയതിനു പിന്നാലെ നടത്തിയ ട്രയൽ റൺ ദിനത്തിൽ വിഴിഞ്ഞം തുറമുഖത്ത് ഹൈന്ദവാചാര പ്രകാരം പൂജാകർമ്മങ്ങൾ നടത്തിയെന്ന തരത്തിൽ ഒരു ചിത്രം സമൂഹ മാധ്യമങ്ങളിൽ വ്യാപകമായി പ്രചരിക്കുന്നുണ്ട് എന്നാണ് ഇപ്പോൾ പാടെ പ്രചരിക്കുന്നത്. ഇതിന്റെ വാസ്തവം അറിയുന്നതിന് വേണ്ടി മനോരമ ഒരു ഫാക്ട് ചെക്കും നടത്തി. വിഴിഞ്ഞം തുറമുഖത്ത് പൂജ നടത്തി എന്ന പേരിൽ ഒരു ചിത്രം പ്രചരിക്കുന്നുണ്ടെന്നും അതേ തുടർന്ന് മലയാള മനോരമ നടത്തിയ ആ ഫാക്ട് ചെക്ക് എന്തായാലും ബഹുരസം തന്നെയാണ്. ഇതുമായി ബന്ധപ്പെട്ട രാഷ്ട്രീയ നിരീക്ഷകനായ ശ്രീജിത്ത് പണിക്കർ ഫേസ്ബുക്കിൽ കുറിച്ച ഒരു പോസ്റ്റ് ഞാൻ കാണുകയുണ്ടായി. അതിൽ ശ്രീജിത്ത് പണിക്കർ പറഞ്ഞ കാര്യങ്ങൾ വളരെ വ്യക്തമാണ്, വളരെ കൃത്യമാണെന്ന് എനിക്ക് തോന്നി. അപ്പം തീർച്ചയായും അത് നിങ്ങളോടും കൂടെ ഒന്ന് പങ്കുവെക്കണം എന്ന് തോന്നി. പ്രാഥമിക ഉറവിടത്തിൽ നിന്ന് വിവരശേഖരണം നടത്തുകയും ആവശ്യമെങ്കിൽ ഇതര മാർഗങ്ങൾ സ്വീകരിക്കുകയുമാണ് ഫാക്ട് ചെക്കിനായി നമ്മൾ ചെയ്യേണ്ടത്. എന്നാൽ മനോരമ ചെയ്ത പരിപാടി നിങ്ങൾക്കറിയണോ? എന്താണ് മനോരമയുടെ ഒന്നാമത്തെ കണ്ടെത്തൽ എന്നറിയോ? തുറമുഖത്തിനുള്ളിൽ ഇത്തരത്തിൽ പൂജ നടന്നതായി മാധ്യമങ്ങളൊന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ല അത്രേ. ഇത് പ്രാഥമിക ഉറവിടത്തിൽ നിന്നുള്ള വിവരമല്ല, കുത്തിയിരുന്ന് മറ്റു മാധ്യമങ്ങൾ പരിശോധിച്ചതിൽ നിന്നുള്ള ഒരു വിവരം മാത്രമാണ്. ഇനി രണ്ടാമത്തെ കണ്ടെത്തൽ, തലസ്ഥാനത്തെ മനോരമയുടെ റിപ്പോർട്ടർമാരോടും ഫോട്ടോഗ്രാഫർമാരോടും സംസാരിച്ചപ്പോൾ പൂജ നടന്നിട്ടില്ലെന്ന് അവർ പറഞ്ഞത്രേ. ബെസ്റ്റ്, അവരാണോ ആധികാരികമായ ഒരു സോഴ്സ്? ഇതും പ്രാഥമിക ഉറവിടത്തിൽ നിന്നുള്ള വിവരമൊന്നുമല്ല, മറ്റുള്ളവരുടെ കേട്ടറിവ് തന്നെ. ഇനി മൂന്നാമത്, റിപ്പോർട്ടർമാരും മറ്റും നൽകിയ വിവരപ്രകാരം അടുത്തുള്ള ക്ഷേത്രത്തിൽ കപ്പൽ വരവേൽപ്പുമായി ബന്ധപ്പെട്ട പൂജകൾ നടന്നത്രേ. അതിന്റെ വീഡിയോയും ഉണ്ടത്രേ. ഇതിലും പ്രാഥമിക ഉറവിടത്തിൽ നിന്നുള്ള വിവരങ്ങൾ ഒന്നും തന്നെയില്ല. ഇനി നാലാമതായി അവർ പറയുന്നത്, വ്യാജ ചിത്രങ്ങൾ തിരിച്ചറിയാനുള്ള ഒരു സൈറ്റിൽ നോക്കിയപ്പോൾ ഈ പ്രചരിക്കുന്ന ചിത്രം വ്യാജമാണെന്ന് അറിഞ്ഞത്രേ. ശരി, ബെസ്റ്റ്, വളരെ നന്നായിട്ടുണ്ട്. ഇനി അഞ്ചാമത്തത് ഒരു വളരെ തമാശയാണ്. ട്രയൽ റണ്ണിന് മുൻപുള്ള ഏതെങ്കിലും ദിവസം ഇനി പൂജ നടന്നോ എന്ന കാര്യത്തിൽ മനോരമയ്ക്ക് ഉറപ്പുമില്ലത്രേ. തുറമുഖ അധികൃതരെ ബന്ധപ്പെടാൻ സാധിച്ചിട്ടില്ലത്രേ. ഇതെങ്ങനെയുണ്ട് നോക്ക്. എന്തായിരുന്നു മനോരമ ഇവിടെ ചെയ്യേണ്ടിയിരുന്നത്? രണ്ട് പ്രാഥമിക ഉറവിടങ്ങളായ തുറമുഖ അധികൃതന്മാരായും ക്ഷേത്ര അധികൃതരുമായും ബന്ധപ്പെട്ട് വിവരശേഖരണം അവർ ആദ്യം നടത്തണമായിരുന്നു. അവർ പറയുന്ന വിവരങ്ങൾ വിശ്വാസയോഗ്യമല്ലെന്ന് കണ്ടാൽ മാത്രം മറ്റു മാർഗങ്ങൾ സ്വീകരിക്കുകയായിരുന്നു വേണ്ടത്. വിഴിഞ്ഞം പോർട്ടിനുള്ളിൽ നടന്ന പൂജ എന്ന പേരിലാണ് ചിത്രം പ്രചരിക്കുന്നതെന്ന് മനോരമ തന്നെ പറയുന്നുണ്ട്. എന്നാൽ ട്രയൽ റണ്ണിന് മുൻപുള്ള ഏതെങ്കിലും ദിവസം പൂജ നടന്നോ എന്ന് മനോരമയ്ക്ക് ഉറപ്പുമില്ല. ഇത് എന്തൊരു ഫാക്ട് ചെക്കാണിത്? പൂജ നടന്നെങ്കിൽ നടന്നു, ഇല്ലെങ്കിൽ ഇല്ല. ചിത്രം വ്യാജമെങ്കിൽ വ്യാജം. ഇതിൽ ഏതാണ് സംഗതി എന്ന് ആധികാരികമായി പറയുന്നതാണ് നമ്മുടെ ഫാക്ട് ചെക്ക് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അല്ലാതെ ലവനോടും ലിവനോടും ദതിന്റെ ദപ്പുറത്തിരിക്കുന്നവനോടും ചോദിച്ചു ബാക്കിയൊന്നും അറിയില്ല എന്ന് പറയുന്നതിന് നമ്മുടെ നാട്ടിൽ പച്ച മലയാളത്തിൽ ഗോസിപ്പ് എന്നാണ് പറയുന്നത്. ഇത് ഇംഗ്ലീഷ് ആട്ടോ, ഞാൻ വെറുതെ പറഞ്ഞതാ. നിലവിൽ പൂജയുടെ ചിത്രവും ഗോസിപ്പാണ്. അതേക്കുറിച്ചുള്ള മനോരമയുടെ ഫാക്ട് ചെക്കും ഗോസിപ്പ് തന്നെയാണ്. അവസാനമായി ശ്രീജിത്ത് പണിക്കരുടെ ഈ പോസ്റ്റിനൊപ്പം അവസാനം ഇട്ടിരിക്കുന്നത്, ഞാൻ ഇട്ടിരിക്കുന്ന ചിത്രം AI ആണ് കേട്ടോ, അതിനി മനോരമ ഫാക്ട് ചെക്ക് ചെയ്യേണ്ട എന്ന് പറഞ്ഞാണ് പണിക്കർ ഈ പോസ്റ്റ് അവസാനിപ്പിച്ചിരിക്കുന്നത്. എന്തായാലും കൊള്ളാം, ഫാക്ട് ചെക്ക് ടീം സൂപ്പർ തന്നെ.